അപ്പൊ ജസ്റ്റ് അവിടെ ചെല്ലുന്നു. അപ്പൊ അന്നൊക്കെ നമ്മൾ ഭയങ്കര കൂളാണ്. അല്ല, സാധാരണ അങ്ങനെ സമയത്ത് പേടിയാണല്ലോ, ടെൻഷനാണ് അല്ല, ഉണ്ടാവാറ്. നമുക്ക് അറിവ് തീരില്ലാത്തപ്പോ പേടി ഉണ്ടാവില്ല. അപ്പൊ എങ്ങനെ പാട്ട് നേരത്തെ അയച്ചു ഇല്ല തന്നിട്ടുണ്ടായിരുന്നോ ഇല്ല അതോ ഇല്ല, അപ്പൊ പഠിപ്പിച്ചു അപ്പൊ തരുമായിരുന്നു. പഠിപ്പിച്ചു അപ്പൊ തന്നായിരുന്നോ? പഠിപ്പിച്ചു ആ തരുമായിരുന്നു. അപ്പൊ അപ്പൊ ജെർസിന് തന്നെ ഇഷ്ടമായി. കാരണം സ്റ്റുഡിയോയിൽ ഒരിക്കലും നമുക്ക് നേരത്തെ പാട്ട് കിട്ടി അങ്ങനെ പഠിപ്പിക്കൽ വളരെ കുറവാണ്. അതെ ഇപ്പൊ അതെ പിന്നെ അതെ സമയത്തിന്റെ പരിമിതി കൊണ്ട് ചിലപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ടാവാം. അതെ. പക്ഷെ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ അന്ന് അവിടെ ചെല്ലുമ്പോൾ നമ്മളെ ഇരുത്തി പഠിപ്പിച്ച് അപ്പൊ തന്നെ നമ്മൾ പാടുകയാണ്. ഉം, 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 ഉം. അപ്പോൾ ജസ്റ്റിന് അത് വളരെ ഒരു സന്തോഷമായിരുന്നു. കാരണം എനിക്കൊരു പെട്ടെന്ന് ചേട്ടൻ ഭയങ്കര കൂളായിട്ട് ഹാൻഡിൽ ചെയ്തോണ്ടായിരിക്കാം അല്ലെ ആയിരിക്കാം. രഞ്ജിനിക്ക്. ജെർസിൻ ചേട്ടൻ ഒരുപാട് ആൾക്കാരെ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള അതെ ആളാണ്. അതെ അതെ അതെ. അപ്പോൾ എങ്ങനെ ഒരു ആർട്ടിസ്റ്റിനെ കംഫർട്ടബിൾ ആക്കണം എന്നുള്ളത് ചേട്ടന് ജെർസിന് മനസ്സിലായി. നന്നായിട്ട് അറിയാം. ആ ഹാ ഹാ. അപ്പൊ അതുകൊണ്ട് നമുക്കും വലിയ അതെ, പ്രശ്നങ്ങൾ നമ്മൾ ഉണ്ടായിരുന്നില്ല. ടെൻഷൻ ഇല്ലാണ്ട് അങ്ങോട്ട് കൂളായിട്ട് അതെ, അങ്ങനെ പാടി. പിന്നെ നമുക്ക് സിനിമയിലേക്കുള്ള ആ ഒരു എൻട്രി ഇത് കഴിഞ്ഞിട്ടാണോ ഇത് അതോ കഴിഞ്ഞിട്ടാണ്. ഇത് അതെ കഴിഞ്ഞിട്ടാണല്ലേ ആ അതെ ഒരു അതെ. കോള് വന്നത്? ഡിവോഷണൽസിന് പാടിക്കൊണ്ടിരിക്കുകയാണ് പ്രദീപേട്ടൻ തന്നെയാണ് രവീന്ദ്ര മാസ്റ്ററിനെ ആ പരിചയപ്പെടുത്തുന്നത്. ഹാ ഹാ.